അത് ജാസ്മിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗബ്രിയലിനോ നെഗറ്റീവ് ബാധിച്ചതിനെ പറ്റിയിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അത് പ്രൂവ് ചെയ്തില്ല. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പലരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അവരത് പ്രൂവ് ചെയ്തില്ലേ. അപ്പൊ ഇപ്പോഴും നോറ പേഴ്സണലി വിചാരിക്കുന്നു നോറയുടെ സീസൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയ സീസൺ. അതെ അതെ, എന്റെ സീസൺ തന്നെ ബെസ്റ്റ്. നോറ, അപ്പൊ ഈ സീസണിലാണെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിൽ സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസിനെ പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും കൂടുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഫെമിലിയർ ഫേസസ് കുറവാണ്. ഇപ്പം രേണു സുധീനെ നമുക്കറിയാം, അനുമോളിനെ അറിയാം, അപ്പാനി ശരത്തിനെ അറിയാം, ശാരിക ചേച്ചി, അങ്ങനെ നമുക്ക് ഫെമിലിയർ ഫേസസ് കുറവാണ്. ഇപ്പൊ നോറിന്റെ ഒക്കെ സീസണിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അപ്സര ചേച്ചി, പിന്നെ ശ്രീതു, അങ്ങനെ നമുക്ക് അൻസിബ, അങ്ങനെ നമുക്ക് ഫെമിലിയർ ഫേസസ് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ സീസണിലാണെങ്കിൽ. പക്ഷെ ഈ സീസണിലാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഒരു സീസൺ ആണെങ്കിൽ അത്രയും എന്റർടൈനിങ് ആവാത്തത്. പരിചയമില്ലാത്തതും എനിക്ക് അങ്ങനെ ഒരു ഫാക്ടർ ആയിട്ട് തോന്നുന്നില്ല. അവിടുത്തെ കണ്ടസ്റ്റന്റ് എന്ത് കൊടുക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു റിയാലിറ്റി ഷോ ഇപ്പം ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടനാണ്. അപ്പം മിക്ക ആളുകളും ചിന്തിക്കൽ എന്തായിരിക്കും, ലാലേട്ടന്റെ ഒരു ഷോയില് ഇവരാണോ വന്നത് എന്നായിരിക്കും ചിന്തിക്കുക. ഇതായിരിക്കും നിങ്ങളെ മൈൻഡിൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. 99% സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പം അവിടെ വന്ന് ആര് കളിക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ്. നമുക്കേ ഉള്ളു എന്ത്, ഇവരെ നമ്മൾ കണ്ടില്ലല്ലോ. ബട്ട് ആ ഒരു ഹോസ്റ്റിനെ, ആ ഒരു ഷോനെ സംബന്ധിച്ചത് എന്താണ്, ദേ ആർ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് മാക്സിമം യൂസ് ചെയ്യുക. അത് പറ്റിയിട്ടില്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസ് പോരാന്ന് പറയാം, അല്ലാതെ വേറെ ഒന്നുമില്ല. നിലവിൽ അപ്പാരേശ്വരത്തിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്താ അറിയില്ല, ആള് രേണുസുതിയിൽ മാത്രം ഫോക്കസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. രേണുസുതിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ അത് മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈതർ പറയും അവരുടെ എന്താ പറയാ ഹസ്ബൻഡ് പരിചയമുള്ള കാര്യം എന്തെങ്കിലും പറയും, അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അവരെ അടി ഉണ്ടാക്കുന്ന കാണും. ലൈക്ക് അതല്ലാതെ വേറൊരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് വഴുതി മാറിയിട്ടായിരുന്നു. ഈ മുൻഷി രഞ്ജിത്ത്, അതുപോലെ ശൈത്യ, ബിന്നി, ബിൻസി, ഇവരുടെയൊക്കെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരെന്താ ഒന്നും ചെയ്യാത്തത് അങ്ങനെ തോന്നുന്നുണ്ടോ എപ്പിസോഡ് കാണുമ്പോ? മേ ബി രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവും. ഒന്നെങ്കിൽ അവരുടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കാണുന്നില്ല, ഷെയർ ആവുന്നില്ല. കാരണം ഏത് പാർട്ട് കാണിക്കണം എന്നുള്ളത് ബിഗ് ബോസ് ടീം തീരുമാനിക്കുന്നതാണ്. ഒന്നെങ്കിൽ അവർ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കാണിക്കുന്നുണ്ടാവില്ല. ഇത് രണ്ടും ആവാം. ഇത് ഏതാന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ദ റൈറ്റ്. ഈ കിച്ചൺ ടാസ്ക് തെരഞ്ഞെടുക്കുന്ന ആളുകളെ സേഫ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണോ അത് തെരഞ്ഞെടുക്കണമെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫസ്റ്റ് സീസണിലൊക്കെ നമ്മുടെ പേളിമണിയും സാബുമോനൊക്കെ കൂടി കിച്ചൺ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കിച്ചൺ ടാസ്കിന്റെ കണ്ടന്റുകൾ വന്നിട്ടുള്ള വളരെ വളരെ കുറവാണ്. ഇപ്പൊ കിച്ചണിനകത്തുള്ളത് ഒനിയിലും അതുപോലെ തന്നെ കലാഭവൻ സാരികയാണ്. രണ്ടുപേരാണ് പ്രധാനമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ കിച്ചണിൽ നിൽക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് വേറൊന്നും ചെയ്യുന്നതായിട്ടും നമുക്ക് തോന്നുന്നില്ല. ഒനിയിലാണ് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്, അതും കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. ഈ കിച്ചൺ ടാസ്ക് എടുക്കുന്നത് കുറച്ച് സേഫ് ആവാൻ വേണ്ടിയിട്ടാണോ? ആക്ച്വലി കിച്ചണിലാണ് മോസ്റ്റ്ലി ഫൈറ്റ്സ് ഉണ്ടാവില്ല, സാധാരണ ഉണ്ടാവില്ല. അതാണ് ഈ സീസണിൽ അവരെന്താന്നിരിക്കും, അവരെന്താ കളിക്കാത്തതൊന്നും അറിയില്ല. ഇനി ആരെങ്കിലും ചെന്ന് ഇനിയിപ്പോ വൈൽഡ് കാർഡ് ഒക്കെ വന്നിട്ട് അവിടുന്ന് കളിച്ചാൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നൊന്ന്. ബട്ട് യൂഷ്വലി സീസൺസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഫൈറ്റ് സ്റ്റാർട്ട് ഫ്രം ദർ ഓൺലി. കിച്ചൺ എന്നാണ് വരല്. എത്ര അടികൾക്ക് കണക്കില്ല. അതുപോലെ തന്നെ ആദിലാനൂർ ഒരു നല്ല ഗെയിമർ ആയിട്ട് തോന്നുന്നുണ്ടോ? അവരിപ്പം 2 പേരായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും അവരാണെങ്കിൽ അവരുടെ നിലപാടുകളൊന്നും അങ്ങനെ വ്യക്തമായി പറയാത്ത പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി അവർ രണ്ടുപേരും അത്ര സ്ട്രോങ് ആയിട്ടുള്ള 2 ലേഡീസ് ആണ്. വെരി സ്ട്രോങ്. ഒന്ന് ആലോചിച്ചൊക്കെ, കേരളക്കാരെ മൊത്തം അവർ അറ്റാക്ക് ചെയ്തൊരു ടൈമുണ്ട്. അതൊന്നും അവരുടെ ഫാമിലീസ് കാര്യങ്ങൾ ഇതിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്ന അവര് അവിടെ ഇതിലും വോയിസ് റേസ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. അത് ഒരാളാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്ര, 2 പേരും ഞാൻ ഐ എക്സ്പെക്ടഡ് മോർ ഒന്നും ഞാൻ കാണുന്നില്ല. ഷാനവാസിന്റെ ഒരു ഗെയിമിംഗ് ഉണ്ടല്ലോ, അദ്ദേഹം എന്റർടൈനർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ചില ഏരിയകളിലൊക്കെ അത് എന്റർടൈനിങ് ആണ്, കയ്യിൽ നിന്നിടുമ്പോഴാണെന്ന് തോന്നുന്നു കുറച്ച് പാളി പോകുന്നത്. ഷാനവാസിന്റെ ഒരു ഗെയിം പാറ്റേൺ, അദ്ദേഹമായിട്ടുള്ള ഇൻമേറ്റ്സിന്റെ ഇന്ററാക്ഷൻ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഒന്നാമത് ഫസ്റ്റ് ഇംപ്രഷനിൽ പോയ ഒരു കേസാണ് ഷാനവാസിന്റെ ഉള്ളത്. ബിക്കോസ് അവര് ഗിസേലിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞത്, ഞാൻ അത് പബ്ലിക്കലി ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി എന്ന് പറയുമ്പോൾ അതും ആൾ ഇത്ര പോകുന്ന ട്രൗസർ ഇട്ടിട്ട് വന്നിരിക്കും, ഇത്ര പോലല്ല ഇത്രയുള്ള ട്രൗസർ ഇട്ട് വന്നിരുന്നു പറയാണ് അവളെ ഡ്രസ്സിങ് പോരാന്ന്. അത് എന്താണ്? ഇനിയിപ്പം മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇത്രയുള്ള ട്രൗസർ ഇടാൻ പാടുണ്ടോ അവര്? ഇല്ല, അവരിടാൻ പാടില്ല. ഇല്ല. എനിക്ക് പിന്നെ ഷാനവാസ് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഷാനവാസിന്റെ ചിരി, കാരണം എന്താണെന്നറിയോ, ഷാനവാസ് ആണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അനീഷായിട്ടുള്ള ഒരു വഴക്കിന്റെ സമയത്താണ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ പുള്ളിക്കാരൻ അവിടെ ചിരിക്കുക ചെയ്തത്. ആ ചിരി എനിക്കൊരു
സന്തോഷം നിറഞ്ഞൊരു ചിരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കടിച്ചു കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു ദേഷ്യം അമർത്തിയിട്ടുള്ള ഒരു ചിരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് മാറ്റി പറയുക, അത് അവിടെ തത്തി കളിക്കുക, കൺവിൻസിങ് ക്യാരക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇപ്പം അവർക്ക് ഇപ്പൊ ഗിസലിന്റെ ഡ്രസ്സിംഗിന് ഇത്ര പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അത് മുഖത്ത് നോക്കി പറയുന്നില്ല, മുഖത്ത് നോക്കി സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല, കാഷ്വൽ ആയിട്ട് പറയാതെ ഇതെന്താ ഇത്. പിന്നെ പോട്ടെ, ഡ്രസ്സിംഗ് ആണ് പ്രോബ്ലം എങ്കിൽ ആദില നൂറയും സിമിലർ കൈൻഡ് ഓഫ് സെയിം ഡ്രസ് എന്നല്ല പറഞ്ഞാൽ ഷോർട്സ് ഇടുന്നുണ്ടല്ലോ, പിന്നെ എന്താ ആദില നൂറിനോട് പറയാതെ ഗിസേൽ ഈ മാറ്റർ കൊണ്ട് അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവരും ഡോമിനേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, എന്തൊക്കെയോ പറയുന്നതിൽ ഒരു വ്യക്തത ഇല്ല. ഈ ഡോക്ടറിന്റെ വിവാദമൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നുണ്ടോ ഈ അനുമോളിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട്? എന്തെങ്കിലും ഒരു ഇത് കിട്ടണ്ടേ, കിട്ടിയൊരു കച്ചിത്തുരുമ്പ് കയറി പിടിച്ചു, അത്ര തന്നെ. ഈ അനുമോള് ഞാൻ ഭയങ്കര നിഷ്കളങ്കയാണ്, ഞാനൊരു പാവം കുട്ടിയാണ്, ആ ഒരു കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നവർ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റിൽ ഐ എം നോട്ട് അനുമോൾ ഫാൻ. ഞാൻ ആരും ഫാൻ അല്ല. പക്ഷെ എനിക്ക് എന്താ വെച്ചാല് അവര് സംസാരിച്ചോണ്ട് ഇപ്പം സിമിലർ സിറ്റുവേഷൻസ് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരിക്കലും ഈ റിയാലിറ്റി ഷോയിൽ പോയിട്ട് കരയണമെന്ന് വിചാരിച്ച ആളൊന്നല്ല ഞാൻ. ബട്ട് സ്റ്റിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയുമ്പം ഞാൻ ഇമോഷണൽ ആയി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവർ ഇമോഷണൽ ആവണം വിചാരിച്ചാവില്ല, അതിൽ ചിലപ്പോ പറയുമ്പോഴോ മേ ബി ഫാമിലി മിസ് ചെയ്തിട്ടോ അങ്ങനെ ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സ്വയം അനുമോളിൽ കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നില്ല, ബിക്കോസ് വി ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. ബട്ട് എനിക്ക് എന്തോ അവര് അവിടെ വുമൻ ലൈക്ക് ഈ ഒരു കരച്ചിൽ കാർഡ് ഇറക്കാൻ വിചാരിച്ചതല്ല, അവരങ്ങനെ ആയി പോയതാകാം. നോറനെ പോലത്തെ ഒരു ഗെയിമറിനെ നോറ ഈ സീസണിൽ ആരെയും കാണുന്നത്? ആരും കാണുന്നില്ല. ആരെയും കാണുന്നില്ല? ഇല്ല കാണുന്നില്ല. അതെന്തുകൊണ്ടാ? ബിക്കോസ് അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാല്, എന്റെ സീസണിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച ഒരാളായിരുന്നു. ആ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാന്ന് പറഞ്ഞത് ഇറ്റ് വാസ് റിയലി ഹാർഡ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. ഇപ്പം അനീഷ് ആണെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ആളുകൾക്ക് പറയാം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നില്ല. ബട്ട് അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന എല്ലാരെയും വെറുപ്പിച്ച് ലൈക്ക് എല്ലാവരുടെ അടുത്തൊന്നും എന്തിനും മറുപടി കൊടുക്കാതെ തന്നെ. ബട്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും ലൈക്ക് അവിടുന്ന് ഞാൻ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ടൈമിൽ ആളുകൾക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാത്തിലും ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ഗെയിം മാത്രമേ ഞാൻ ഇൻഡിവിജ്വൽ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, മാത്രല്ല എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വെരി ഓപ്പൺലി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും ഞാൻ കാണുന്നില്ല. ചുമ്മാ അടി ഉണ്ടാക്കാന്നല്ലാതെ അത്ര സ്ട്രോങ് ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നും എന്താ പറയാ തഗ് ഡയലോഗ്സ് അവിടുന്ന് ഇവിടുന്ന് വരാന്നല്ലാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് എവിടെയും കിട്ടിയിട്ടില്ല. ഈ രേണുസുതി ഇപ്പോ ബിഗ് ബോസിന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും നമ്മൾ ഇതുവരെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് അതിന് അതിബുദ്ധി ആപത്ത് എന്നുള്ള പഴഞ്ചൊല്ലുമായിട്ട് ചേർത്ത് വെച്ച് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഓൾറെഡി ബിഗ് ബോസിൽ പോവുകയാണെന്ന് മനസ്സിലാക്കി, ഞാൻ ഈ ആഴ്ചയിലെ എവിക്ഷനിലുണ്ട്, എലിമിനേഷനിലുണ്ട്, നിങ്ങൾ എന്നെ മാക്സിമം വോട്ട് ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ വോട്ടിംഗ് പാറ്റേൺ ഉൾപ്പെടെ അവരുടെ വീഡിയോയിൽ ഒരു എഡിറ്റ് പാറ്റേൺ ഉൾപ്പെടുത്തി കാണിച്ചു കൊടുത്ത് അത് സെറ്റ് ചെയ്തത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ ടീം, PR ടീം എന്ന് പറയുന്നത്. അത് ശരിക്കും അവരുടെ അവിടുത്തെ നിലനിൽപ്പ് തന്നെ ബാധിക്കില്ലേ ഇനി? ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് അതൊരു സ്മാർട്ട് മൂവ് ആണ്. കാരണം ഈ ഹിന്ദി ബിഗ് ബോസിനെ സിമിലർ ആക്കിയിട്ടാണ് അവരെ PR ടീം ഇപ്പൊ ചെയ്യുന്നത്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹിന്ദി ബിഗ് ബോസിൽ ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടോ അവരെന്ത് ചെയ്യും വെച്ചാല് അവര് സെറ്റ് ഓഫ് വീഡിയോസ്, ഇതിപ്പം ഇനിയിപ്പോ ഓണം വരുന്നുണ്ടെങ്കിൽ ഓണം ആശംസിച്ച് ചിലപ്പം ഓണത്തിന്റെ വീഡിയോ ഒക്കെ വരാൻ പോകുന്നുണ്ടാവും കേട്ടോ. ബട്ട് ഇതൊക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് ഓണത്തിന്റെ സെലിബ്രേഷൻ അടുത്ത എന്താണോ ഓരോരോ പ്രോഗ്രാംസ് എന്താണോ അതൊക്കെ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്യും. എവറി വീക്കെൻഡിൽ പറയാനുള്ളത് ഞാൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ എവിക്റ്റ് ആവുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടാണ് അവർ പോവുക. എന്നിട്ട് അത് എവറി വീക്കെൻഡ് അവരെ PR ടീം എന്താ പറയാ അപ്ലോഡ് ചെയ്യുക. ബട്ട് പോപ്പുലർ ആയിട്ടില്ല. അപ്പം ഈ PR ടീം കൊടുക്കുക. അപ്പൊ ഞങ്ങളെ സീസണിലാണെങ്കിലും PR ചെയ്യുന്നതിനെ പറ്റി അറിയാത്ത എത്രയോ പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ബട്ട് ഇത് അറിയുന്ന ഇത്ര ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് അവരുടെ ഗെയിമിനെ കുറച്ചുകൂടി പുഷ് ചെയ്യുന്നതാണ്. അത് ഒരു രീതിയിൽ അവർക്ക് പണിഷ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരിക്കലല്ല. ബിക്കോസ് അങ്ങനെയാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഗെയിം കളിക്കുമ്പോൾ ചെയ്യുന്നത്.